ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എനിക്ക് വരുന്ന കമൻറ്റ്, ചേച്ചി നമ്മുടെ ഗാർഡൻ മിസ് ചെയ്യുന്നു, നമ്മുടെ വീട് മിസ് ചെയ്യുന്നു, ഇങ്ങനെ ഡാൻസ് കളിച്ച് നിന്നാൽ മതിയോ, നമ്മുടെ വീട്ടിൽ പോകണ്ടേ, ഗാർഡൻ എന്തായിട്ടുണ്ടാകും എന്നൊക്കെ കുറേ കമൻറ്റ്സ് വന്നു. അതിലുപരി മറ്റൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇനി അമ്മയുടെ കൂടെ തന്നെയാണോ താമസം, ഹസ്ബൻഡ് വീട്ടിലേക്ക് തിരിച്ചു പോകണില്ലേ എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ ആയിട്ടോ. കാര്യം ഒരാഴ്ചത്തെ വാസവും കഴിഞ്ഞ് കറക്റ്റായിട്ട് ഇതാ വീട്ടിൽ ഇന്നലെ നൈറ്റ് തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദിവസം നമ്മൾ സ്വന്തം വീട്ടിൽ പോയി നിന്നപ്പോൾ കേട്ട ഒരു ചോദ്യമാണ്, ഇനി ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുന്നില്ലേ, അമ്മയുടെ കൂടെ തന്നെയാണോ താമസം എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയും വന്നു കേട്ടോ. കാരണം കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നപ്പോൾ എന്തൊക്കെയാണ് ചോദിക്കണേന്നൊരു ചോദ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതെനിക്ക് വന്നു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ദിവസം നമ്മുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികളും കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ഇനി പോകുന്നില്ലേ എന്നുള്ളത്. നമ്മുടെ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന കാലമാണ് നമ്മുടെ ഏറ്റവും സുന്ദരമായ കാലം എന്ന് പറയുന്നത്. നമുക്കൊരു വിഷമമൊക്കെ പറയാൻ അവരില്ലാതാവുമ്പോഴുള്ളൊരവസ്ഥ അതില്ലാതായവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അവരുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഭർത്താവും മക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവർ നമ്മുടെ കൂടെ ഇല്ലാതാവുന്നൊരു സമയം ഉണ്ടാവും. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാതെ അങ്ങ് ഒറ്റപ്പെട്ടു പോകും. അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരുള്ളപ്പോൾ അവരോടൊത്ത് സന്തോഷവും സമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നീടുള്ള കാലങ്ങളിൽ നമുക്ക് ഓർക്കാൻ ഇതൊക്കെ മാത്രമേ ബാക്കിയുണ്ടാവൂ.